എവിടെങ്കിലും പോയിട്ട് അവഗണനയാണ് മൊത്തത്തിൽ ലഭിക്കുന്നത്. അതല്ലാതെ ഒരു വീൽ ചെയറിലാണ് എന്നുള്ളൊരു കാരണത്താൽ എവിടെയെങ്കിലും കാര്യമായിട്ട് ഒരു ഇൻസൾട്ടോ അവഗണനയോ കിട്ടിയിട്ടുണ്ടോ? എൻ്റെ ക്യാരക്ടറിൻ്റെ ഇതുകൊണ്ടായിരിക്കും ഒരു ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെ ഒരു പരിധി വിട്ട് ചൊറിയാനായിട്ട് നിൽക്കാറില്ല. ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ചു പറയും. പിന്നെ തുറിച്ചു നോട്ടങ്ങളും ഇതും എല്ലാം എല്ലായിടത്തും. പിന്നെ നമ്മൾ ഒരു സ്ഥലത്ത് എന്നിട്ടുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത്, ഒരു കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. അപ്പോൾ ഭക്ഷണം കൊടുത്തിട്ട് ആ കുട്ടി കഴിക്കുന്നില്ല. ആ കുട്ടി കഴിക്കാണ്ടായപ്പോൾ അപ്പം തന്നെ എന്നെ ചൂണ്ടി കാണിച്ചിട്ട് ഭക്ഷണം വേഗം കഴിക്കില്ലെങ്കിൽ ഇത് ഇദ്ദേഹത്തിനെ പോലെ ആവുമെന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ വീട്ടുകാർക്ക് നന്നായിട്ട് ഭക്ഷണം കഴിച്ച് തരുന്നുണ്ട്, ഒരു കുഴപ്പം അതിനൊന്നും വരത്തില്ല, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം കൊണ്ടാണ് ആയത്. അതിൽ വർത്താനം പറയുമ്പോൾ നോക്കിയും കണ്ടും പറയണം. ഇതിപ്പോൾ അറിയാതെ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ വെറുതെ വിടുന്നില്ല, എന്നുണ്ടെങ്കിൽ കേസ് കൊടുക്കാനുള്ള വകുപ്പ് വരെ ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു. അവർ കുറേ സോറിയൊക്കെ പറഞ്ഞായിരുന്നത് അവിടെ കൂടിയിരുന്നവരത് അഹങ്കാരി മറ്റേത് മറിച്ചതൊക്കെ എന്നോടൊന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ അത് പറയാൻ നിവൃത്തിയില്ല. ചിലരുടെ ഉള്ളിലുണ്ടത്. ഇപ്പോൾ വേറൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ ശാപം, അതൊക്കെ ഉണ്ട് ഇപ്പോഴും. ഞങ്ങളെപ്പോലുള്ള വ്യക്തികൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ശാപമാണ്. ഇപ്പോൾ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ശാപമായിട്ട് തന്നെ. അതിൽ മറ്റേ ഒരു ഗ്രിഗോറിയോസ് മാസ് എന്നൊക്കെ പറയുന്ന ഒരു സംഗതി ഉണ്ട്. അതായത് 30 ദിവസം തുടർച്ചയായിട്ട് കുർബാന ചൊല്ലിക്കുന്ന ഇതൊക്കെ. ഞാനിതൊക്കെ കഴിഞ്ഞിരിക്കുന്ന ആളാണ്. എല്ലാം പരീക്ഷിച്ച് പറ്റിയതിന് ശേഷമാണ് ഈ ദൈവമില്ലെന്നുള്ളൊരു ബോധ്യത്തിലേക്ക് ഞാൻ എത്തപ്പെട്ടത്. അതല്ലാതെ ഞാനിങ്ങനെ അസുഖം വന്നാൽ ഇനി അങ്ങനെ ചിന്തിച്ചായതല്ല, എന്നെ ഇങ്ങനെ ആക്കിയെടുത്തതാണ്. പിന്നെ ധ്യാനഗുരുക്കന്മാരുടെ ശല്യങ്ങൾ വേറെ. ഓരോ ധ്യാനക്കാർ പറയുന്ന വാക്യങ്ങൾ എനിക്കിപ്പോൾ ഇവിടെ തുറന്ന് പറയാൻ പോലും പറ്റുന്നില്ല. കേരളത്തിൽ പ്രശസ്തനായിട്ടൊരു ധ്യാനഗുരുണ്ട്. ചിലപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ വിവാദമാവോ എന്തെങ്കിലും എനിക്കറിയില്ല. അദ്ദേഹത്തിന് യൂറോപ്യൻ രാജ്യങ്ങളിൽ ചെല്ലാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടിസം രോഗികൾക്ക് വേണ്ടി അദ്ദേഹം അവിടെ ഒരു ധ്യാനം നടത്തി. അന്ന് അദ്ദേഹം അതേ രോഗികളുടെയും അവരുടെ പാരൻസിൻ്റെയും മുന്നിൽ വെച്ച് പറഞ്ഞ് സ്വയംഭോഗം ചെയ്യുന്ന പാരൻസിൻ്റെ മക്കൾക്കാണ് ഇങ്ങനെ അസുഖം വരുന്നത് അവിടെ വെച്ച് പറഞ്ഞു. അതൊരു യൂറോപ്യൻ രാജ്യമായതുകൊണ്ടും അവിടുത്തെ നിയമങ്ങൾ സ്ട്രിക്റ്റ് ആയതുകൊണ്ടും സ്പോട്ടിൽ പുള്ളിനെ നാട് കടത്തിയും പിന്നെ അങ്ങോട്ടേക്ക് ധ്യാനിപ്പിക്കാനും ചെല്ലാൻ പാടില്ല. പക്ഷേ അദ്ദേഹം ഇന്നും കേരളത്തിൽ ധ്യാനം തുടരുന്നുണ്ട്. അതാണ് യാഥാർത്ഥ്യം. എന്തല്ലേ, അതാണ് ഇങ്ങനെയുള്ളവന്മാർ കാരണമാണ് ഞങ്ങൾ ഇന്നും ഈ ശാപമായിട്ട് കാണുന്നത്. നമുക്ക് പുതിയ തലമുറ കുറേയൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളടക്കം ഈ റാമ്പ് എന്ന വാക്കുമ്പോൾ, ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കുട്ടി അവിടെ വന്നിരുന്നു. അപ്പോൾ ആ കുട്ടി, ഞാൻ നേരത്തെ പോലെ വോട്ട് ചെയ്യാൻ പോയപ്പോൾ ഉണ്ടായ ഇൻസിഡൻറ്റ്, അവിടെ റാമ്പ് വെപ്പിച്ചെന്ന് പറഞ്ഞില്ലേ, അവിടെ പെർമനൻ്റ് ആയിട്ട് പിന്നീട് റാമ്പ് വെച്ചായിരുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ആ കുട്ടി അതിൻ്റെ പാരൻ്റായിട്ട് വന്നപ്പോൾ, പാരൻ്റാണ് എൻ്റെ സുഹൃത്ത്. അപ്പോൾ അവർ പറഞ്ഞു, മോൻ്റെ സ്കൂളിൽ റാമ്പ് ഇല്ലേ, അത് ഈ ചേട്ടനാണ് വെപ്പിച്ചതെന്ന് പറഞ്ഞപ്പോൾ, എനിക്കറിയാം റാമ്പ് വെപ്പിച്ചത്, ഓക്കെ എന്ന് പറയും. അതായത് പണ്ട് എനിക്ക് പോലും റാമ്പ് എന്ന വാക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല എന്താണെന്നുള്ളത്. പക്ഷേ ഇന്ന് കുട്ടികൾക്ക് പോലും അത് അറിഞ്ഞു വരുന്നു. അവരുടെ പാഠപുസ്തകത്തിലടക്കം അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു രീതിയിലെങ്കിലും മെൻഷൻ ചെയ്ത് വരുന്നുണ്ട്. അതൊക്കെ ഒരു മാറ്റങ്ങളാണ്. പിന്നെ അത് മാത്രമല്ല, ഇത്തരം കുട്ടികൾ വീട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഓൺലൈൻ വിദ്യാഭ്യാസത്തെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇത്തരം കുട്ടികൾക്ക് വീട്ടിലിരുന്നാൽ പോരെ, അതല്ല. ഞങ്ങൾക്ക് സാധാരണ ആൾക്കാർ സോഷ്യലൈസ് ചെയ്യണ്ടേ? തീർച്ചയായിട്ടും. ഇപ്പം ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ എന്താണ്, ഞങ്ങളെ കാണുന്നില്ല, ഞങ്ങളോട് എങ്ങനെ പെരുമാറണം. ഇപ്പം എൻ്റെ കൂടെ വന്ന സുഹൃത്തുക്കൾ, അവർക്ക് എൻ്റെ കൂടെ വന്ന എക്സ്പീരിയൻസ് ആയതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ എന്തെങ്കിലും ഇവൻറ്റ് വരുമ്പോൾ ഞാൻ പറയാതെ തന്നെ അവർ എന്നെ സേഫാക്കി ഇരുത്തിയതിന് ശേഷം ബാക്കിയുള്ളവരെ സഹായിക്കാനും ഇതായിട്ട് പോവുകയാണ്. അവർ ഓക്കെയാണ്. എനിക്ക് 100% ഉറപ്പാണ്, നാളെ ഇപ്പം ഞാനല്ല വേറെ ഏതെങ്കിലും വീൽ ചെയർ യൂസ് വന്നാൽ പോലും അവർ കൃത്യമായിട്ട് അയാളെ ഹാൻഡിൽ ചെയ്യും. അപ്പോൾ അവരെ ഞങ്ങളെപ്പോലുള്ള ഉൾക്കൊള്ളാനും ഞങ്ങളെപ്പോലെ മനസ്സിലാക്കാനും സാധിക്കുന്ന ഒരു സമൂഹം ഇതിനൊപ്പം തന്നെ ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. അതൊരു നല്ല പോസിറ്റീവായിട്ടുള്ളത്. നമ്മൾ പുതുതലമുറ എത്രമാത്രം കുറ്റം പറഞ്ഞാലും അതിനെ പഠിക്കാനായിട്ട് വില്ലിങ്ങാണ്. പക്ഷെ അവർക്ക് വേണ്ട സാഹചര്യം ഒരുക്കി കൊടുക്കണം. അത് കിട്ടുന്നില്ല നമുക്ക്. വളരെ കൂട്ടത്തിൽ കല്യാണം കഴിച്ച ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ കല്യാണം കഴിക്കുന്നത് കൂടുതലും പെൺകുട്ടികൾക്കാണ് കൂടുതലും കല്യാണം നടപടിയാവുന്നത്. ആണുങ്ങൾക്ക് അങ്ങനെ അതിന് നമുക്കൊരിക്കലും പെണ്ണുങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പെൺകുട്ടി ഇതേ അവസ്ഥയിൽ വീൽ ചെയറുള്ള ഒരു പെൺകുട്ടിയാണെന്ന് വിചാരിക്കും, ഈ ഒരു അവസ്ഥയിലുള്ള പെൺകുട്ടിയെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നോർമലായിട്ടുള്ള ഒരു ആൺകുട്ടിക്ക് സാധിക്കും. കല്യാണം കഴിക്കുന്ന നോർമലായിട്ടുള്ള ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവന് വേണമെങ്കിൽ അവളെ എടുത്തുകൊണ്ട് ഇപ്പോൾ തിയേറ്ററിൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോകാനൊക്കെ ഈസിയാണ്. അതേസമയം ഒരു പെൺകുട്ടി എന്നെ കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ ഒറ്റയ്ക്ക് പൊക്കി ഇരുത്താനും, ഇപ്പം ഞങ്ങൾക്ക് ലളിതമായിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് 2 പേർക്ക് മാത്രമായിട്ട് ഒരു തിയേറ്ററിൽ പോയി സിനിമ കാണാൻ പോലും പറ്റില്ല. സ്വാഭാവികമായിട്ട് അവരതൊക്കെ ചിന്തിക്കുമല്ലോ. നമ്മളുമായിട്ടുള്ള ഭാവി ചിന്തകൾ, ഇത്തരത്തിലുള്ള നമുക്ക് സൊസൈറ്റി ഇൻക്ലൂഡ് അല്ലാത്തതിൻ്റെ പേരിൽ കല്യാണം. ഇങ്ങനെ ഒരു അവസ്ഥയിലാവുന്നതിന് മുമ്പ് കല്യാണം കഴിച്ച ആരെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനെ കല്യാണം കഴിച്ചിട്ട് ഈ ഒരു അവസ്ഥ ബുദ്ധിമുട്ട് കൂടുതൽ വന്നിട്ട് ഡൈവോഴ്സ് ആയ കേസുകളുണ്ട് ഒരുപാട്. അത് കൂടുതൽ നടക്കുന്നത് ആണുങ്ങൾക്കാണ്. പെണ്ണുങ്ങൾക്കുണ്ട്, പക്ഷേ പെണ്ണുങ്ങൾ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ കാര്യങ്ങൾ
സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ആണുങ്ങൾക്കാണ് ഇത് കൂടുതലും. ആരെയും കുറ്റം പറയാൻ പറ്റില്ല, കാരണം അത്രയും സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ഈ ഒരു സൊസൈറ്റിയുടെ. അതുകൊണ്ടാണ് നമ്മൾ പരമാവധി സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ റാമ്പുകളും മറ്റും ചെയ്യിച്ചിട്ട്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മൾ തന്നെ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ, ഇപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഏകദേശം 700ഓളം അംഗങ്ങളുണ്ട്. ഈ 700 പേര് ഒരു സ്ഥലത്ത് ചെയ്യാൻ പോലും 700 സ്ഥലത്തായില്ല, റാമ്പായില്ലേ. അങ്ങനെ വന്നാൽ തന്നെ എത്ര മാറ്റങ്ങളായി. പക്ഷെ ആരും ഇത്തരത്തിൽ പ്രതികരിക്കാനും തയ്യാറാവുന്നില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്.